ആടിപ്പൊളി ഇടി വെട്ട്. പുതിയൊരു ഇൻസ്ട്രുമെന്റ് കൂടി ഇറക്കിയല്ലോ. അത് ഇവിടെ ഉണ്ടായിരുന്ന വയലിൻ. അത് പുതിയതായിട്ട് ഇറക്കിയതാണല്ലോ വയലിൻ അല്ലേ? ഇനി എങ്ങനെയാണ് പെർഫോമൻസ്? ഉണ്ടോ? ഞെട്ടിക്കുന്നുണ്ടോ? ഉണ്ട്. പാട്ടാണോ? കീബോർഡ്. പിന്നെ യാസിം എന്താണ് പ്ലേ ചെയ്യുന്നത്? ഏത് പാട്ടാണ്? വയനാട്ടിൽ ഒരു ദുരന്തത്തില് അച്ഛനും അമ്മമാരും ബന്ധുക്കൾ നഷ്ടപ്പെട്ട ഒരുപാട് കൂട്ടുകാരില്ലേ, അവർക്ക് വേണ്ടില് പുലിമുരുകൻ എന്ന മൂവിയിലെ മാനത്തെ മണിക്കുറുമ്പ് എന്ന താരാട്ട് പാട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് കാണാം. പിന്നെ ഇമോഷണലി ഞങ്ങളെ ഒന്ന് ബ്രേക്ക് ഡൗൺ ആക്കിയെങ്കിലും നിന്റെ പെർഫോമൻസിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് അല്ലേ? ഷോക്കിലാണ്. വേർഡിങ്സ് ഉണ്ടാവുമ്പോൾ നമുക്കൊരു ഡൈവേർഷൻ ഉണ്ടാവും. മ്യൂസിക് മാത്രം കേൾക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി, ബിക്കോസ് ഫാസിൻ ഓൾറെഡി വയനാട്ടിൽ നമ്മൾ കൊണ്ടുപോയി. ആ ഒരു ഫുൾ ഇമോഷൻസ് നമ്മൾ ട്രാവൽ ചെയ്തു. പക്ഷെ എനിക്കൊരു പേടിയും, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ഫാമിലി അവിടെ ഇല്ല, അല്ലാതെ നമ്മൾ ആരും ഇല്ല. അത് എനിക്ക് ഓർക്കാനും പറ്റില്ല. മോനെ നന്നായി ബ്യൂട്ടിഫുള്ളി പ്ലേ ചെയ്തു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു കോമഡി മാസ്റ്റേഴ്സിന് ആ ഫുൾ ഇമോഷൻസ് മാറ്റിയിട്ട് ഒരു ഇമോഷണൽ ആക്കിയിട്ട് മാറ്റി. ഭയങ്കര ഒരു ടച്ചിങ് ആയി, നന്നായിട്ട് പ്ലേ ചെയ്തു. വീട് എവിടെയാണ്? ആലപ്പുഴ അല്ലേ? ആലപ്പുഴ, കൊല്ലം. ആലപ്പുഴയുടെയും കൊല്ലത്തിന്റെയും ബോർഡർ അങ്ങനെ. ആ സ്ഥലത്ത് തന്നെ പറയുന്നത് ആലപ്പുഴ ഒരു കൊല്ലം ഓച്ചിറ കൊല്ലം ജില്ലയിലാണ്. ബോർഡറാണ്. ഓച്ചിറ കഴിഞ്ഞ കായംകുളം
ആലപ്പുഴ ജില്ല. ഇവിടെ അങ്ങനെ ബോർഡറിൽ താമസിക്കുന്ന ഒരാളുണ്ട്, ശ്രീവിദ്യ. എന്റെ റേഷൻ കട ഇവിടെയും പിന്നെ പഞ്ചായത്ത് ഓഫീസ് കർണാടക. അല്ല പിന്നെ നിന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ റെക്കോർഡ് നേടിയിട്ടുള്ള ഒരാളാണ്. ഭയങ്കര വലിയ സംഭവമാണ് അല്ലേ? എവിടെ നമ്മുടെ ഇവിടെ വെച്ചിരിക്കുന്ന ഒരു ബാഡ്ജ് അതല്ലേ? എന്താ നോക്കിക്കേ, ഇതുണ്ടോ? പറഞ്ഞു കൊടുത്തേ മോനെ. ദേശഗാനം ദേശഭക്തി ഗാനം കണ്ണുകെട്ടി കീബോർഡ് വായിച്ചതിന്. ചേച്ചി എന്തായാലും പെർഫോമൻസ് ഇഷ്ടപ്പെട്ടല്ലോ കൊച്ചിന്റെ. പിന്നെ കുഞ്ഞിനെ നേരിട്ട് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാമോ? എല്ലാവർക്കും ആയോ? ഇനി നമുക്ക് നമ്മുടെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരാം. വരട്ടെ നമ്മുടെ കൊട്ടാരം, ചിരി കൊട്ടാരം. അതൊരു സ്റ്റോപ്പ് ഇട്ട് കൊടുത്താ ചിരിക്കും. ഓക്കെ യാസീൻ, യാസീൻ മീനിങ് എന്താ? നമ്മുടെ എൻസൈക്ലോപീഡിയ എന്ന ദയാന ഹമീദിനോട് നമുക്ക് ചോദിക്കാം. യാസീൻ നമ്മുടെ ഹോളി ഖുറാനിലുള്ള ഒരു സൂറത്താണ്. നമ്മളെല്ലാവരും ബൈ ഹാർട്ട് ചെയ്ത് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് യാസീൻ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേരാണ്. ഞങ്ങള് തെക്കേക്കര അങ്ങനെയല്ലേ ഇറക്കൂ, അത് വിട്ടൊരു കളിയില്ലല്ലോ ഞങ്ങള്. ശരി, തെക്കേക്കര യാസിന്റെ കൂടെ ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? ഫാമിലി ആണോ? അവരെയൊക്കെ സ്റ്റേജിലേക്ക് വിളിക്കാലോ. എവിടെ? മുടി മാറ്റി കണ്ണ് കാണാൻ പറ്റും. ശിക്കാരി ശംഭുവിനെ പോലെ വന്നേക്ക. എന്താ പേര്? അല്ലമീൻ. അല്ലമീൻ. അല്ലമീൻ മീൻസ് സത്യസന്ധൻ. രണ്ടിനോടാണ് പെർഫോം ചെയ്യണം. അതിൽ കീബോർഡ് വായിക്കുമ്പോൾ ഡാൻസ് ചെയ്യും. എങ്ങനെയാണ് പെർഫോം? എന്ത് ഡാൻസ്? എന്ത് ഡാൻസ്? സിനിമാറ്റിക് ഡാൻസ്. സിനിമാറ്റിക്. അത് ഞങ്ങളൊരു പാട്ടിട്ട് തരട്ടെ? അതോ മോൻ വായിക്കോ? എന്നാ നമ്മുടെ ചെക്കന്റെ ഡാൻസും കൂടെ നമ്മളൊന്ന് കണ്ടേ. അവനൊരു ഹിന്ദി ഹീറോയുടെ ലുക്കില്ലേ? രണ്ടുപേർക്കും നല്ല ലുക്ക്. നല്ല ഗുഡ് ലുക്കിംഗ് ബോയ്സ്. നല്ലൊരു കൈയടി കൊടുക്കാം അല്ലമീൻ. എടാ സ്കൂളിൽ പോകുമ്പോ ഈ മുടി മുറിക്കാൻ പറയില്ലേ തന്നെ? സ്കൂളില് പെർഫോമൻസ് ഉണ്ടെന്ന് അവർക്ക് അറിയാം ടീച്ചേഴ്സിന്. ഓ, അതുകൊണ്ട് മുടി വളർത്താൻ സമ്മതിക്കും. അല്ല, അതാ കലാകാരന്മാരെ സ്പോൺസർ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്. കിട്ടി, തുടങ്ങി. അതെ, തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. എന്താ പറയാനുള്ള മോനെ പറ്റി? എന്താ പറയാനുള്ളത്? മോൻ ഒത്തിരി അവാർഡുകൾ ഈ ഒരു 2 വർഷത്തിനുള്ളിൽ നേടിയെടുക്കാൻ പറ്റി. കേരള സർക്കാരിന്റെ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന മികച്ച പ്രകടനങ്ങൾ ചെയ്യുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന ഉജ്ജ്വല ബാല്യ പുരസ്കാരം ലഭിച്ചു. അതുകൂടാതെ ഇപ്പം നമ്മുടെ കഴിഞ്ഞ കലോത്സവത്തിൽ പങ്കെടുത്തിട്ട് നാടകത്തിൽ അഭിനയിച്ചു. ബെസ്റ്റ് ആക്ടറുമായി ജില്ലയിലും ഉപജില്ലയിലും. ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ കിട്ടിയ അവാർഡ് മമ്മൂക്കടയിൽ നിന്ന് ഫിനിക്സ് അവാർഡ് കിട്ടി. മമ്മൂക്കയുടെ മുന്നിൽ കീബോർഡ് വായിച്ച് മമ്മൂക്ക വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. ഇയാൾക്കും തിരിച്ച് ഉമ്മ കൊടുത്തു. അയാൾ അങ്ങനെ ആകെ വണ്ടറായി. അതിനേക്കാൾ ഉപരി സന്തോഷം തോന്നിയൊരു കാര്യം, ഇപ്പം ഫിനിക്സിന്റെ അവാർഡ് കിട്ടിയത് ഇപ്പം വയനാട്ടിൽ ഇപ്പം മോൻ വായിച്ചത് ഡെഡിക്കേറ്റ് ചെയ്ത സോങ് അവൻ വീട്ടിൽ സ്കൂളിൽ നിന്ന് പോയിട്ട് വന്നിട്ട് ആ വാർത്ത കണ്ടുകൊണ്ടിരുന്നിട്ട് വിഷമിച്ചിട്ട് ഞാനൊരു ജോലി കഴിഞ്ഞിട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്ക് ആ അവാർഡ് കിട്ടിയ തുക നമുക്കത് സീമിന്റെ ഇത് കൊടുത്താലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഡയറക്റ്റ് സെക്രട്ടേറിയറ്റിൽ പോയിട്ട് സീമിന്റെ കയ്യിൽ ആ ചെക്ക് കൈമാറി. സത്യം ഭയങ്കര സന്തോഷം. പ്രൗഡ് മൊമെന്റ്. നമുക്ക് എല്ലാവർക്കും ഫുൾ ടൈം അല്ലേ? എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഫുൾ ഫാമിലി സ്റ്റേജിൽ കണ്ടേന്. അത് മാത്രമല്ല മോനെ, നീ ചെയ്ത ഓരോ പ്രവൃത്തികളെന്ന് പറയുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ജൻ പിള്ളേർ, അതായത് നിന്റെ ഏജിലുള്ളവർക്കാണെങ്കിലും അല്ലെങ്കിൽ വലിയവർക്കാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം താങ്ക് യു സോ മച്ച്. ഇതുപോലെ തന്നെ ഇനിയും എല്ലാവരെയും പ്രൗഡാക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഇന്ത്യനെ വരെ പ്രൗഡാക്കി ഇനിയും പ്രൗഡാക്കുക.